ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞുസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ബീഫ് ഷവർമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം, എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതും നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഫസ്റ്റിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടി എടുക്കുക. ഞാനിവിടെ 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ചെറിയ സ്പൂണിന് 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു 1/4 സ്പൂൺ ഗരം മസാല പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. അടുത്തതായി കുറച്ച് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കുന്നോളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ച ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബീഫ് നമ്മൾ അരിഞ്ഞെടുത്തേക്കണം ഈ ഒരു പരുവത്തിനാണ്, അതായത് ചെറുതായിട്ട് നീളത്തിന് അരിഞ്ഞെടുത്തേക്കാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിനാട്ടോ ഇറച്ചി എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു പരുവത്തിന് എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ എല്ലുള്ള ഇറച്ചിയൊക്കെ മാറ്റുക. നമുക്ക് ആകെ എല്ലില്ലാണ്ട് പിന്നെ അതുപോലെ നെയ്യ് അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ബീഫാണ് വേണ്ടത്. അപ്പോൾ ഈ പരുവത്തിന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സംഭവം ശരിക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് ശരിക്കൊന്ന് ഈ മസാലയെല്ലാം പിടിച്ച് കിട്ടണം കേട്ടോ ബീഫിൽ. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ ഒരു 3-4 മണിക്കൂറോളം വയ്ക്കുക. പിന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ നേരത്തെ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഒരു ദിവസം വരെ വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ പച്ചക്കറി നമുക്ക് അരിഞ്ഞെടുക്കാനുണ്ട്, അതെല്ലാം നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ബീഫ് മസാല പുരട്ടി വെച്ചിരുന്നതാണിത്. ഒരു 4 മണിക്കൂർ 5 മണിക്കൂറോളം നമ്മളിത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളെടുത്ത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളെ വീഡിയോയിൽ ഞാൻ വിട്ടുപോയ 2 കാര്യമുണ്ട്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചതച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ബീഫിൻ്റെ പീസുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ അല്ല, ഒന്ന് കുക്കായി കിട്ടണം കേട്ടോ. കാരണം നമ്മുടെ ചിക്കൻ്റെ ഇതുമാതിരിയല്ല, ചെറിയൊരു വേവ് ഇതിനുണ്ടല്ലോ. അപ്പോൾ ആ വേവ് നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ സിമ്മിലിട്ട് നമ്മൾ കുക്കാക്കി എടുക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് ആ ഒരു രീതിയിലായി കിട്ടും കേട്ടോ. ഇങ്ങനെ ഓരോന്നും നമ്മൾ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കാക്കി എടുക്കണം. ഇതിപ്പോൾ ഞാൻ എടുത്ത് വെച്ചാൽ നമ്മുടെ ഓരോ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ ഇതെടുക്കേണ്ടത് കേട്ടോ. ഞാൻ എനിക്ക് എടുത്തേക്കുന്ന അളവുകളാണ് നിങ്ങളുടെ ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മളത് ഫുള്ളും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫുള്ളിലിട്ടു. അതിന് ശേഷം നമ്മളിപ്പോൾ സിമ്മിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുക്കാക്കി എടുക്കണം. നമ്മൾ വീടുകളിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിപ്പോൾ ബീഫാണെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഷവർമ ഉണ്ടാക്കി വീട്ടിൽ തന്നെ കഴിക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. 4 മണിക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഐറ്റമാണ്. ഇതിപ്പോൾ നമുക്ക് കുബൂസ് ഇല്ലെങ്കിൽ ചപ്പാത്തിയിലാണെങ്കിലും റോൾ ചെയ്ത് കഴിക്കാവുന്ന കേസേ ഉള്ളൂ. ഇപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടത് കാണിച്ചു തരാൻ വിട്ടുപോയി എന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മൾ ആവശ്യത്തിനുള്ള ഒരു ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് മിക്സ് ചെയ്ത് അതും കൂടി വെച്ച് കൊടുക്കണം. എന്നാലാണ് നമുക്ക് എല്ലാ മസാലയും കൂടി അതിൻ്റെ ഒരു പരുവായി കിട്ടുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇത് മസാല പുരട്ടി വെച്ചിട്ട് ആ മസാല നമ്മൾ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഷവർമയുടെ ഒരു ടേസ്റ്റ് ചൊവ്വ മണം ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിതൊന്ന് മറിച്ചിടുകയാണ്. ഏകദേശം അത് കുക്കായിട്ടുണ്ട്. അപ്പോൾ മറിച്ചിടണം. ഇപ്പോൾ മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ കുക്കായി. ഇപ്പം ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ബാക്കിയുള്ള ഇടവും ചെയ്യാം. കാരണം ചുങ്ങുന്നുണ്ടല്ലോ, വേവണ അനുസരിച്ച് നമുക്കത് ചുങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അത് നമുക്കിടാൻ പറ്റും. അപ്പോൾ ഓൾറെഡി നമ്മളിത് ഇത്രയും മറിച്ചിട്ടതാണ്. അപ്പോൾ ബാലൻസ് ഇത്രയും സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് നമുക്ക്
ബാക്കിയുള്ളത് കുക്കാവാനുള്ളത് എടുത്തു വയ്ക്കുക കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ ഈ ഒരു ബീഫ് ഇതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അതൊന്ന് ചുങ്ങും. ആ ചുങ്ങുന്ന ആ ഒരിത് ചുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി സ്ഥലത്ത് നമുക്ക് ഒരുമിച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാമല്ലോ. വെറുതെ ടൈമും കളയണ്ട, നമുക്ക് അത്രയും പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇത്രയും ഭാഗത്തോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വശം കുക്കായതാണ്, ഈ വശം കുക്കായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും. ബീഫ് അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേണമെങ്കിൽ ക്രഷ് ചെയ്യാൻ, ക്രഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിവിടെ ഒന്ന് ക്രഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. സംഭവം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരു വലിയ പീസ് അങ്ങനെയൊക്കെ കിടക്കണമെന്നുള്ളൂ. ആ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്യണതിൻ്റെ മുമ്പ് നമുക്കൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുത്ത മയോണൈസാണ്, അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മയോണൈസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താലാണ് നമ്മുടെ ബീഫ് എല്ലാ സ്ഥലത്തേക്കും കിട്ടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾ മാത്രമായി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ. പിന്നെ ഇപ്പോൾ നമുക്ക് ബീഫ് കൂടുതലെടുത്തിട്ട് വെജിറ്റബിൾ കുറയ്ക്കാനാണെങ്കിൽ ആ രീതിയിലും ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാറില്ലാത്ത ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ബീഫ് ഷവർമയൊക്കെ നമുക്കിങ്ങനെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് ഹെൽത്തിനും നല്ലതാണ്. ചിക്കനാണെങ്കിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം, അതും ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാൻ നേരത്ത് മയോണൈസും ഇതും ചേർത്തുള്ള ആ ഒരു മിക്സോടെ ആക്കി കിട്ടിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ബീഫ് ഷവർമ ഉണ്ടാക്കാറ്. അത് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി മിക്സ് എല്ലാം ആക്കി നമ്മൾ കഴിക്കുന്ന ആ ഒരു ടൈം കാണിച്ചു തരാം. നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ഐറ്റാണിത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ കുബൂസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നാണെങ്കിൽ നമുക്ക് സാധാ റൊട്ടി ഉണ്ടെങ്കിൽ ആ റൊട്ടിയിൽ ഇത് ചെയ്ത് കഴിച്ചാൽ നല്ലതാണ്. ചുമ്മാ ഒന്ന് റൊട്ടിയിൽ വെച്ചിട്ട് അതങ്ങോട്ട് കഴിക്കാം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കൊടുക്കാൻ ബെറ്ററാണ്. അപ്പം നമ്മൾ ഇത് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഇത് കുബൂസാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് മയോണൈസ് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സോസ് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ആ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ മിക്സ് ഇളക്കി വെച്ചേരുന്നതാണ്. പക്ഷേ എടുക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഇളക്കി തന്നെ എടുക്കണം. എന്നാലാണ് ആ ഒരു മിക്സ് ശരിയായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ റോൾ ചെയ്ത് ഇതുപോലെ ഷവർമ എടുക്കാം. അല്ല പ്ലേറ്റ് ആയിട്ടാണ് വേണ്ടെങ്കിൽ പ്ലേറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു പോകണ്ട. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.